ഞാൻ വന്നിട്ടുള്ളത് കാസർഗോഡ് പത്തല് ചോറ് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് പത്തിരി ആ പൊടിയിട്ട് 10 പാകത്തിനായിട്ട് വാട്ടി കുഴച്ച് പരത്തി പൊടിയിട്ട് പരത്തി ആ ഒരു പത്തിരിയാണ് നമുക്ക് ടേസ്റ്റും. ഇത് കാസർഗോട്ടുകാരൊക്കെ ചോറ്റരി അരച്ച് മിക്സിയിൽ അരച്ചിട്ട് അത് ചട്ടിയിലിട്ട് വാട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ചോറ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പോളം ചോറ് എടുത്തിക്കണം കേട്ടോ. ഈ ചോറ് അധികം വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനെ കുലുകുലുവേനുള്ള ചോറാണ് എടുക്കുക. വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല. അപ്പോൾ കയ്യിലിട്ടിട്ടേണ്ട വെള്ളമൊന്നുമില്ല. നല്ല വെന്തളിഞ്ഞ ചോറ് ഇതിന് പറ്റൂല കേട്ടോ. നല്ല മുദ്ദേനുള്ള ചോറേ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കണുണ്ട്. അപ്പോൾ അതാ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കണം. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഒന്നുകൊണ്ട് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒരല്പം പൊടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ച് ഉരുളയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു അല്പം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുഴക്കുമ്പോഴും പിടിച്ചുമ്പോഴും അറിയാം അതിൻ്റെ ആ ഒരു കറക്റ്റ് അന്നം കയ്യിലൊട്ടാതെ ഇങ്ങോട്ട് കുഴച്ചെടുക്കുക. ആ രീതിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാൻ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഇതാ മിക്സിയിലൊന്നിട്ട് ഇങ്ങോട്ട് ഉരുളയാക്കി എടുത്തിക്കണം. ഇനി ഇത് നമ്മൾ പാത്രത്തേക്ക് ഇട്ടിട്ട് പിന്നെയും പൊടി ഇട്ടിട്ട് തന്നെ കുഴച്ചിടണം. പിന്നെ ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തിക്കണത്, ഇതിലേക്ക് ചേർത്തിക്കണത്. ഇത് നന്നായിട്ട് കുഴച്ച് നമ്മളെ കയ്യിലൊട്ടാത്ത രീതിയിൽ കുഴച്ചെടുത്തിട്ട് ഉരുളയാക്കിയിട്ട് ബോൾസ് ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ കയ്യിലൊട്ടാതിരിക്കാൻ വേണ്ടി എണ്ണ അല്പം തേച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഈ കുഴക്കുമ്പോൾ നമ്മളെ കയ്യിലൊട്ടാതെ വെക്കണ ആ ഒരു രൂപത്തിൽ പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കണം. അതാ ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ കുഴക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു പാകം. അപ്പോൾ അതിനനുസരിച്ച് പൊടി എത്ര എടുക്കണം എന്നില്ല ഞാൻ പറയണില്ല. നമുക്ക് ഒരു സുമാറ് ഇങ്ങനെ കയ്യിലൊട്ടാതെ ഇങ്ങനെ കിട്ടണമെങ്കിൽ എത്ര ആണെന്ന് വെച്ചാൽ നമ്മളതിങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു കൃത്യമായിട്ടൊരു അളവൊന്നും നോക്കിയിട്ടില്ല. ഏകദേശം ഒരു 1.5 കപ്പ് ചോറുണ്ട്. അതിന് ഒരു 1.25 കപ്പോളമൊക്കെ ഒരു പൊടി ഞാൻ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കയ്യിലൊട്ടാതെ കിട്ടി നല്ല ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഈ രീതിയിലാണ് ഉരുളകളാക്കേണ്ടത്. ഞാൻ നന്നായിട്ട് ഉരുള ആക്കണ ആ ഒരു വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നീടാണ് ഉരുളാക്കിയ വീഡിയോ എടുത്തത്. ഞങ്ങൾക്ക് അത്ര ഇതിലൊരു 13 പത്തിരിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെയ്യൽ ഇതുമ്പോൾ നമ്മൾ അമർത്തുമ്പം കവറൊന്നും വെക്കാതെ അമർത്തുക. അപ്പോൾ അങ്ങനെ അമർത്തുകയാണെങ്കിൽ അതിങ്ങനെ ഒട്ടി പിടിച്ചും കൊണ്ടാണ് കിട്ടുക. അപ്പോൾ ഈ കാസർഗോഡുകാർ മെഷീനുമ്മേ കവർ വെച്ചിട്ടാണ് പത്തലുണ്ടാക്കൽ. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കിയാൽ നമുക്കതുമ്പോൾ ഒട്ടാതെ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ആദ്യം ഒരു കവറ് അടിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഉരുള വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കവർ വെച്ചെടുക്കുക. ഒരു ചെയ്യൽ 2 ഭാഗത്തും കവർ വെച്ച് കെട്ടുകയാണ് ചെയ്യുക. ഇതൊരു പ്രയാസമാണ്. അങ്ങനെ കവർ വെച്ച് കെട്ടിയാൽ മതി. നമ്മൾ ഈ പിന്നെ കടയിൽ നിന്ന് സാധനം കൊണ്ടുവരുന്ന കവറ് കേക്ക് വൃത്തിയാക്കി ഉണക്കിയിട്ട് കെട്ടി വെച്ചാൽ മതി. അപ്പോൾ അതാ നല്ല ഈസി ആയിട്ട് കിട്ടി എടുക്കാനും കിട്ടും നല്ല സുഖമായിട്ട്. അപ്പോൾ അതേപോലെയാണ് പൊടിയൊന്നും തട്ടാതെ ചട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഒരു തന്നെ പൊടിപ്പത്തിരി കാസർഗോട്ടുകാർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് കേട്ടോ, മറിച്ചിടുമ്പോൾ അതാ ചട്ടിയിൽ നിന്ന് അങ്ങനെ ഓടിപ്പോണ്. ഈ കാസർഗോട്ടുകാരെ പത്തലും നമ്മളെ മലബാറുകാരെ പത്തിരിയായിട്ട് നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഉണ്ടാക്കി ശീലമായതാണ് നമുക്ക് ടേസ്റ്റ്, ഓർക്ക് ഇതാണ് ടേസ്റ്റ്. അപ്പം ഈ പൊടിയിട്ട് പത്തിരി തിന്ന് ശീലമായിട്ടേ ഈ ചുടുമ്പുണ്ടല്ലോ ആ പത്തിരിൻ്റെ ഒരു മണം വരണമെങ്കിൽ ഉണ്ടല്ലോ പൊടിയിട്ട പത്തിരി തന്നെ വേണം. ഇതിനുണ്ടല്ലോ ഈ ഞാൻ പത്തിരി ഇട്ടപ്പോൾ അങ്ങനത്തെ ഒരു മണം വന്നിട്ടില്ല. ഇനി പൊള്ളക്കണമൊക്കെ ഉണ്ട്, നല്ല സോഫ്റ്റൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നമ്മളെ ആ പൊടിയിട്ട് പരത്തിയ പലകയിൽ പരത്തിയ ആ ഒരു പത്തിരിയാണ് ടേസ്റ്റും ഈസി ആയിട്ട് തോന്നി. ഓർക്ക് നമ്മൾ ഈ പിന്നെ വെള്ളം വെച്ച് വാട്ടി ഉണ്ടാക്കണ ആ ഒരു പത്തിരിനോട് ഓർക്ക് താല്പര്യമല്ല. നമുക്ക് ഇങ്ങനത്തേനും താല്പര്യമില്ല. അപ്പോൾ ഞാനേ ചട്ടകം വെച്ചിട്ട് പത്തിരി ഓടിപ്പോവുക. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ അമർത്തി പരത്തി ഇത് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈകൊണ്ട് മറിച്ചിട്ടാൽ ഓടിപ്പോവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കൈ കൊണ്ട് ഇതാക്കിയിട്ടത്. അപ്പോൾ നല്ല പൊള്ളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം കാസർഗോട്ടുകാർക്ക് ഇനി ചോറ് ബാക്കി ഉണ്ടായാൽ പത്തലുണ്ടാക്കാൻ ഈസിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. ഇതാണ് ഞാൻ കഴിക്കാനൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ പൊടിയിട്ട പത്തിരിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ല എന്നുള്ളൂ. ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഞാൻ ചോറ് ബാക്കി ഉള്ളതുകൊണ്ട് ഇങ്ങനെ പൊരിച്ച പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ പൊരിച്ച പത്തിരിൻ്റെ ലിങ്ക് അതിൽ കൊടുക്കുക. അതിനും ഒരു പത്തൽ എന്ന് പറയും തോന്നുന്നു, ഇതിനും പത്തൽ എന്നാണ് പറയാൻ തോന്നുന്നു. ഏതായാലും നമ്മൾ പത്തൽ പറയില്ല, നമ്മൾ പത്തിരി എന്ന് പറയും. നമ്മളെ പഴയ കാലത്തെ പത്തിരി തന്നെയാണ് നമ്മളിപ്പോഴും ചുടലും
വരത്തലൊക്കെ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.